ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. PSC ചോദ്യങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ ഉച്ചകോടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 19ാമത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 19ാമത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ എ ബ്രസീൽ ഇസ് റൈറ്റ് ആൻസർ. 2024 19ാമത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീൽ. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2024 എപ്പോഴാണ് നടന്നത്? 2024 G20 ഉച്ചകോടി നടന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. നവംബർ 18 മുതൽ 19 വരെ. G20 ഉച്ചകോടി 2024 നടന്നത് നവംബർ 18 മുതൽ 19 വരെ. അടുത്ത ചോദ്യം, 2024 ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടി എത്രാമത്തെ പതിപ്പാണ്? 2024 നടന്ന G20 ഉച്ചകോടി എത്രാമത്തെ ഉച്ചകോടിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 19ാമത്തത് ഈസ് റൈറ്റ് ആൻസർ. 2024 ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടി 19th ഉച്ചകോടിയാണ് അല്ലേ. 19th സമ്മിറ്റ് ആണ് 2024 ബ്രസീലിൽ നടന്നത്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2024 ചെയർമാൻ ആരാണ്? 2024 G20 ഉച്ചകോടിയുടെ ചെയർമാൻ ഓപ്ഷൻ ഡി ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ ഇസ് റൈറ്റ് ആൻസർ. 2024 G20 ഉച്ചകോടിയിലെ ചെയർമാൻ ഡി ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം തീം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2024 ബ്രസീലിൽ എവിടെയാണ് ആതിഥേയത്വം വഹിച്ചത്? 2024 G20 ഉച്ചകോടി ബ്രസീലിൽ എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. റിയോ ഡി ജനീറോ. 2024 G20 ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് നടന്നത്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി എപ്പോഴാണ് സ്ഥാപിതമായത്? G20 സമ്മിറ്റ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 1999 1999 G20 ഉച്ചകോടി സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് G20യിൽ അംഗമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് G20യിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. സിംഗപ്പൂർ G20യിൽ അംഗമല്ല. USA, റഷ്യ, തുർക്കിയൊക്കെ G20യിൽ അംഗമാണ്. G20 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് എന്നാണ്. ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് അല്ല, ഗ്രൂപ്പ് ഓഫ് 20 എന്നാണ് G20യുടെ അർത്ഥം. G20യിൽ എത്ര കൺട്രീസ് ഉണ്ട്? 19 കൺട്രീസാണ് G20യിൽ ആകെയുള്ളത്. 19 രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നതാണ് G20. G20 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 20. അടുത്ത ചോദ്യം, ഒന്നാം G20 ഉച്ചകോടി നടന്ന വർഷം. ആദ്യത്തെ G20 ഉച്ചകോടി നടന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. 2008 2008 ആദ്യത്തെ G20 ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടിയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? G20 ഉച്ചകോടിയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ജോർജ് ഡബ്ല്യു ബുഷ്. ജോർജ് ബുഷ് ആണ് ആദ്യത്തെ G20 ഉച്ചകോടിയുടെ 2008 നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അടുത്ത ചോദ്യം, G20 എന്നതിൻ്റെ അർത്ഥം എന്താണ്? G20 എന്നതിൻ്റെ അർത്ഥം എന്താണ്? G20 എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഗ്രൂപ്പ് ഓഫ് 20. G20 എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് 20. അടുത്ത ചോദ്യം, G20യുടെ ആദ്യ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു നടന്നത്? G20യുടെ ആദ്യ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു നടന്നത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ വെച്ചാണ് G20യുടെ ആദ്യ ഉച്ചകോടി എപ്പോഴാണ് നടന്നത്? 2008. 2008 അമേരിക്കയിലാണ് G20 ഉച്ചകോടിയുടെ ആദ്യ യോഗം നടന്നത്. അടുത്ത ചോദ്യം, 2023 18ാമത് G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഇന്ത്യ. ഇന്ത്യയിലാണ് 2023 18ാമത്തെ G20 ഉച്ചകോടി നടന്നത്. ഈ 2024 നടന്നത് 19ാമത്തെ G20 ഉച്ചകോടി, അത് ബ്രസീലിൽ വെച്ച്. 18ാമത്തെ G20 ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച്. അടുത്ത ചോദ്യം, G20യുടെ ആസ്ഥാനം എവിടെയാണ്? G20യുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. G20 ഉച്ചകോടിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല എന്നതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 18ാമത് G20 2023 ഉച്ചകോടിയുടെ തീം എന്തായിരുന്നു?
18ാമത്തെ G20 ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. 18ാമത്തെ G20 ഉച്ചകോടി ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അതിൻ്റെ തീമാണ് വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. അടുത്ത ചോദ്യം, 2023 G20 ഉച്ചകോടിയുടെ ചെയർമാൻ ആരാണ്? 2023 G20 ഉച്ചകോടിയുടെ ചെയർമാൻ. ഓപ്ഷൻ എ നരേന്ദ്രമോദി ഇസ് റൈറ്റ് ആൻസർ. 2023 G20 ഉച്ചകോടി ചെയർമാൻ ഓപ്ഷൻ എ നരേന്ദ്രമോദി ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2023 G20 ഉച്ചകോടി ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 G20 ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അമിതാഭ് കാന്ത്. 2023 G20 ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. അടുത്ത ചോദ്യം, ഇന്ത്യ എപ്പോഴാണ് G20 ഉച്ചകോടിയിൽ അംഗമായത്? ഇന്ത്യ എപ്പോഴാണ് G20യിൽ അംഗമായത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. 1999 ഇന്ത്യ G20യിൽ അംഗമായത്. G20 സ്ഥാപിതമായതും 1999 ഇന്ത്യ അംഗമായതും 1999. അടുത്ത ചോദ്യം, G20യിൽ എത്ര രാജ്യങ്ങളുണ്ട്? G20യിൽ എത്ര രാജ്യങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. 19. G20യിൽ 19 രാജ്യങ്ങളുണ്ട്. G20 എന്ന് പറയുന്നത് 19 രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നതാണ് G20. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും. G20യിലെ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പെട്ടെന്ന് നോക്കാം. G20 എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കയിലെ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ. സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ, അർജന്റീന. ഒരു യൂറോപ്യൻ യൂണിയൻ. യൂറോപ്പിലെ യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക. ഏഷ്യയിലെ തുർക്കി, സൗദി അറേബ്യ, റഷ്യ, ചൈന, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ഇന്ത്യ, ഇന്തോനേഷ്യ. ഓസ്ട്രേലിയ. അവസാനത്തെ ചോദ്യം, ഏത് രാജ്യമാണ് 2025 20ാമത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്? 2025 20ാമത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലായിരിക്കും 2025 G20 ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് G20യിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.